ഹലോ ഫ്രണ്ട്സ്, വാട്സപ്പ് വെൽക്കം ബാക്ക് ടു ഷെർലോക്ക് 360. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ മാർഷൽ ആർട്സിൻ്റെ അഡ്മിഷനും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമ്മുടെ ഒരു ബേസിക് സ്റ്റൈല് അല്ലെങ്കിൽ ഒരു ബേസിക് നോളജൊക്കെ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് നെഞ്ചാക്കൊന്ന് വീശാൻ വേണ്ടിയിട്ട് പഠിക്കുകയാണ്. അതിൻ്റെ ഒരു സ്കിൽസ് നമുക്ക് കുറച്ച് നമ്മൾ മനസ്സിലാക്കിയ കുറച്ച് സ്കിൽസൊക്കെ അവിടുന്ന് ഇവിടുന്ന്, അതായത് യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റയിൽ നിന്നും ഒക്കെ നമ്മൾ പലരും നെഞ്ചാക്ക് വീശുന്ന കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒരു ട്രയൽ നടത്തുകയാണ്. നമ്മുടെ ഒരു സ്റ്റൈലിൽ ബേസിക് ആയിട്ടുള്ളൊരു സ്കില്ല് നമ്മൾ ചെയ്യുകയാണ്. ഇത് കണ്ടിട്ട് ആരും ഇതിൻ്റെ താഴെ വന്ന് നെഗറ്റീവ് കമൻ്റ് ഇടാനോ അല്ലെങ്കിൽ ചൊറിയാനോ നിൽക്കണ്ട. കാരണം ഞാൻ മാർഷൽ ആർട്സ് ക്ലാസ് പഠിക്കുന്നതിന് മുന്നേ ഒരു നെഞ്ചാക്ക് വാങ്ങിയതേ ഉള്ളൂ. എന്നിട്ടും അത് സ്റ്റീലിൻ്റെ ആയതുകൊണ്ട് തന്നെ 1-2 തവണ അടി കിട്ടി, കൈയുടെ മുട്ടിന് അടി കിട്ടും. അതുകൊണ്ട് യൂസ് ചെയ്യുന്നവർ വളരെ സൂക്ഷിച്ച് മാത്രം യൂസ് ചെയ്യുക. പിന്നെ കൈക്ക് അടി കിട്ടി കുറച്ച് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് ലൈഫിൽ മുന്നോട്ടൊരു വാശിയായിട്ടൊരു ഉള്ളിലൊരു ഫയർ പോലെ നമുക്ക് മുന്നോട്ട് ജീവിതം കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പലതവണയും നമ്മൾ പലയിടത്തും തോറ്റിട്ടുണ്ടാവാം, പലയിടത്തും വീണിട്ടുണ്ടാവാം. വീണിടത്ത് നമ്മൾ എഴുന്നേക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിനൊരു ഒരു മീനിങ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മുടെ വീഡിയോസ് കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഇടുന്ന കുറച്ച് പേർക്ക് അവർ മാത്രം കണ്ടാൽ മതി. നമുക്കിപ്പോൾ ഒരുപാട് എക്സ്പെക്റ്റേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ പിന്നെ സൊസൈറ്റീനെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടല്ല വീഡിയോസ് ഇടുന്നത്. പിന്നെ നിങ്ങളുടെ നമ്മുടെ ഒരു സന്തോഷത്തിനും നമ്മളൊരു ജീവിതം ഒരു മെമ്മറീസ് പോലെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ലൈഫ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഇന്നുണ്ടോ നാളെ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കണ്ണ് തുറന്നാൽ മാത്രമേ നമുക്ക് ലൈഫ് ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ആരിൽ നിന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, ആരിൽ നിന്നും കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മുടേതായ ലൈഫിൻ്റെ ജേണി ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിൽ നമുക്കിഷ്ടപ്പെട്ട കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുന്നു. നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നു. അതിൽ നമ്മൾ ആരെയും വേദനിപ്പിക്കുന്നില്ല. നമ്മൾ നമ്മുടെ കാര്യങ്ങളിൽ നോക്കി, നമ്മുടെ ജീവിതം നോക്കി നമ്മുടേതായ രീതിയിൽ ഒതുങ്ങി പോകുന്നു. എന്ന് വെച്ചിട്ട് നമ്മൾ ഒതുങ്ങി പോകുന്നു എന്ന് വിചാരിച്ചിട്ട് വഴിയെ പോകുന്നവരെല്ലാം വന്ന് നമ്മുടെ മെക്കിട്ട് കയറേണ്ട ഒരു കാര്യമില്ല. നമ്മൾ നമ്മുടേതായ രീതിയിൽ പോകുന്നു, നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പോവുക. ഇതുപോലുള്ള കുറേ വീഡിയോസ് ഇനിയും വരാനിരിക്കുന്നുണ്ട്. അതായത് ഇതിപ്പോൾ നമ്മൾ മാർഷൽ ആർട്സ് ക്ലാസ്സിന് പോകുന്നതിന് തൊട്ട് മുന്നേ ഉള്ളൊരു മാർഷൽ ആർട്സ് ക്ലാസ്സിന് പോകുന്ന മുന്നേ നമ്മൾ എങ്ങനെയാണ് നഞ്ചാക്ക് വീശിയത്, അതിനകത്ത് പോരായ്മകൾ എന്തൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ജസ്റ്റ് ഇതൊന്നും ആരും അനുകരിക്കാനോ എടുക്കാനോ നിൽക്കണ്ട. ഇത് ഞാൻ എൻ്റെ ഒരു മെമ്മറീസ് പോലെ ഈ ചാനലിൽ പോസ്റ്റ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഇതിന് ശേഷം നമ്മൾ മാർഷൽ ആർട്സ് ക്ലാസ്സിനൊക്കെ പോയി പക്കാ ട്രെയിനിങ്ങും നല്ല രീതിയിലുള്ള ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ നെഞ്ചാക്ക് എങ്ങനെ നല്ല രീതിയിൽ വീശി നല്ല പ്രൊഫഷണലായിട്ട് എങ്ങനെ വീശാൻ പറ്റും, അല്ലെങ്കിൽ അതിനൊരു സ്റ്റൈൽ കൊണ്ടുവരാൻ പറ്റും, എങ്ങനെ അതിൻ്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കും നമ്മൾ ഈ വീഡിയോ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. പിന്നെ ഇത് കാണുന്നവർക്ക് നമ്മൾ നെഞ്ചാക്ക് വീശുന്നത് ഓവറായിട്ട് തോന്നുകയാണെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ട്രെയിനിങ് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതായത് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട്. ഇത് കണ്ടിട്ട് ആരും അനുകരിക്കണമെന്നോ അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യണമെന്നോ ഒരിക്കലും ഞാൻ പറയില്ല. അതുപോലെ കുറച്ചധികം വെറൈറ്റി കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്. കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള കണ്ടന്റ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു ഇൻട്രസ്റ്റ്. അല്ലാതെ എപ്പോഴും നമ്മൾ പ്രാവിനെയും പട്ടിയും പൂച്ചയും കാണിച്ചുകൊണ്ട് വീഡിയോ ഇടുന്നത് വളരെ ബോർ പരിപാടിയാണ്. പിന്നെ മാക്സിമം നമ്മൾ വെറൈറ്റി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കാം. പിന്നെ ഈ ഓട് പൊട്ടിക്കൽ, ട്യൂബ് അടിച്ച് പൊട്ടിക്കലൊക്കെ നമ്മൾ വീഡിയോസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അന്നേരം നിങ്ങൾ കരുതും ഇപ്പോഴത്തെ ട്രെൻഡൊക്കെ പോയില്ലേ? ട്രെൻഡൊക്കെ പോയി. കാരണം ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാർ പാറക്കല്ല്, ചെങ്കല്ല്, സിമെൻറ്റ് കല്ലൊക്കെയാണ് ഇടിച്ച് പൊട്ടിക്കുന്നത്. നമ്മളിതിനകത്ത് 3-4 ഓട് പൊട്ടിച്ചു എന്ന് വിചാരിച്ചിട്ട് വലിയ സംഭവമൊന്നുമല്ല. എന്നാലും നമ്മൾ പണ്ട് കുറച്ച് വീഡിയോസൊക്കെ ഇതേപോലുള്ള ആൾക്കാർ ചെയ്യുന്നുണ്ട്. നമുക്കത് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പറ്റിയൊരു സാഹചര്യം ഇപ്പോൾ ഒത്തു വന്നപ്പോൾ നമ്മളത് ചെയ്യാം എന്ന് തോന്നി. നമ്മളെക്കൊണ്ട് പറ്റും എന്ന് നമ്മൾ വിചാരിച്ച് ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതിനകത്ത് നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. പിന്നെ മാക്സിമം
നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് എഫേർട്ട് ഇട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിന് ചിലപ്പോൾ നമ്മൾ ചാനലിൽ വീഡിയോസിന് വ്യൂസ് കുറവായിരിക്കും, ലൈക്ക് കുറവായിരിക്കും, കമൻറ്റ് കുറവായിരിക്കും. നമുക്കൊന്നിനോടും പരാതിയില്ല. നമ്മൾ നമ്മുടെ വർക്ക് ചെയ്യുന്നു, നമ്മൾ മുന്നോട്ട് പോകുന്നു. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ വീഡിയോസ് ഇട്ട് പോകുന്നുണ്ട്. പറ്റുന്ന രീതിയിൽ എൻ്റർടൈൻമെൻറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ പലർക്കും നമ്മളെന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവത്തില്ല. കവി എന്താണ് ഉദ്ദേശിച്ചതെന്ന് പലർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും. ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് പോലും നിങ്ങൾ കണക്കാക്കണ്ട. ഇതെൻ്റെ ബേസിക് സ്കില്ലും ഞാൻ എൻ്റെ ഒരു സ്റ്റൈലിലും വെച്ചിട്ട് മാർഷൽ ആർട്സ് ക്ലാസ്സിന് പോകുന്നതിന് തൊട്ട് മുന്നേ ജസ്റ്റ് എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. അതായത് ബിഫോർ ആഫ്റ്റർ. അതായത് നമ്മൾ മാർഷൽ ആർട്സ് ക്ലാസ്സിനൊക്കെ പോയി നല്ല രീതിയിൽ പഠിച്ച് കാര്യങ്ങളൊക്കെ സെറ്റായി നമ്മളൊരു പ്രൊഫഷണലായിട്ട് നഞ്ചാക്കിൻ്റെ സ്കിൽസ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ബിഫോർ ആഫ്റ്റർ ഈ വീഡിയോ വന്ന് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങളും ചേഞ്ചസും ഒക്കെ നമുക്കതിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാനിതൊരു വീഡിയോ ആക്കി എടുത്ത് ഞാനിടാൻ മൈൻഡ് തോന്നിയത്. പിന്നെ ഇടയ്ക്ക് ഇതിനകത്ത് ഒരു ബോട്ടിൽ കിക്ക് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ആദ്യമേ കാണാൻ പറ്റും. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒരു എന്തു പറയുക, നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. എൻ്റെ ഒരു കാല് ആർട്ടിഫിഷ്യൽ ലെഗാണ്. അതിനെ പറ്റിയിട്ടൊക്കെ സ്റ്റോറി, അതെന്താണ് സ്റ്റോറി എന്നൊക്കെ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ആ ആർട്ടിഫിഷ്യൽ ലെഗ്, ഒരു കാല് ആർട്ടിഫിഷ്യൽ ലെഗാണ് ഇതുകൊണ്ടും വലത് കാല് മാത്രമേ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ വലത് കാല് എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഞാൻ മാക്സിമം എഫേർട്ട് ഇട്ട് ഓരോന്ന് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനകത്ത് ചിലപ്പോൾ മിസ്റ്റേക്കുകൾ പറ്റാം, ചിലപ്പോൾ പലർക്കും അത് ഇഷ്ടപ്പെടാതിരിക്കാം. അതൊന്നും നമ്മൾ ബാധിക്കുന്ന പ്രശ്നമല്ല. ഞാനിത് എൻ്റെ ഒരു ലൈഫ്, അത് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോ ഒക്കെ ചെയ്തു പോകുന്നു. അതിനകത്ത് പോരായ്മകളുണ്ടാവാം, അല്ലെങ്കിൽ എഡിറ്റിങ്ങിനകത്തും പോരായ്മകളുണ്ടാവാം, അല്ലെങ്കിൽ വീഡിയോയ്ക്കകത്തും പോരായ്മകളുണ്ടാവാം, നമ്മുടെ സ്കിൽസിനകത്തും പോരായ്മകളുണ്ടാവാം. അതൊക്കെ എല്ലാം നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടണമെന്നില്ല. ചില സമയം അങ്ങനെയൊക്കെ സംഭവിക്കാം. അതൊക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് നമ്മൾ മുന്നോട്ട് പോവുക. പിന്നെ പല ഹേറ്റേഴ്സ് ഉണ്ടാവുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഹേറ്റേഴ്സ് ഇപ്പോൾ എല്ലാവർക്കും നമ്മളെ ഇഷ്ടപ്പെടണമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമില്ല. ഹേറ്റേഴ്സ് ഉണ്ടായിക്കോട്ടെ, അതൊന്നും നമ്മൾ ബാധിക്കുന്ന പ്രശ്നമല്ല. നമ്മുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവുക. നമ്മുടെ ഒരു ഡ്രീം തന്നെയായിരുന്നു നെഞ്ചാക്ക് നല്ല രീതിയിൽ വീശി നല്ലൊരു സ്കില്ല് പഠിച്ചു വെക്കുക എന്നുള്ളതും, അതേപോലെ മാർഷൽ ആർട്സ് ക്ലാസ്സിന് പോയിട്ട് നല്ല രീതിയിലൊരു പ്രൊഫഷണൽ മാർഷൽ ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു ഡ്രീമാണ്. പിന്നെ ഒരു പ്രൊഫഷണൽ എത്തിക്കൽ ഹാക്കർ ആവുക എന്നുള്ളതും കൂടി ഒരു ഡ്രീമാണ്. അപ്പോൾ നമ്മളൊരു ലാപ്ടോപ്പ് എപ്പോഴാണ് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്, ആ സമയത്ത് നമ്മൾ എത്തിക്കൽ ഹാക്കിംഗ് കോഴ്സിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. അത് പഠിക്കണം, അതേപോലെ ഒരു എത്തിക്കൽ ഹാക്കർ ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കുണ്ട്. അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ നഞ്ചാക്ക് വീശുന്നതും അതേപോലെ മാർഷൽ ആർട്സുമായിട്ടുള്ള ക്ലാസ്സും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ ഒരു പ്രൊഫഷണലായിട്ട് നമ്മളൊരു നഞ്ചാക്ക് സ്കിൽസൊക്കെ പഠിച്ചു വന്ന് വീശുന്ന വീഡിയോ, ഇതിപ്പോൾ ബിഫോർ വീഡിയോ ആണ്. നമ്മൾ മാർഷൽ ആർട്സ് ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നെഞ്ചാക്കിൻ്റെ സ്കിൽസൊക്കെ നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ പിന്നീട് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇത് ജസ്റ്റ് ആരും അനുകരിക്കാനൊന്നും നിൽക്കണ്ട. ഇത് നമ്മുടെ ഒരു സ്റ്റൈലും നമ്മുടെ ഒരു ബേസിക് സ്കിൽസും ഒക്കെ വെച്ചിട്ട് നമ്മൾ തന്നെ ജസ്റ്റ് എടുത്ത് വെച്ചൊരു വീഡിയോ ആണ്. ഇത് കണ്ടിട്ട് ആരും ഒന്ന് പഠിക്കാനോ ട്രെയിൻ ചെയ്യാനോ ഒന്നും നിൽക്കണ്ട. ഇത് നമ്മുടെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോ ആണ്. ഇത് മാർഷൽ ആർട്സ് ക്ലാസ്സിന് ബിഫോർ, ഇനി ആഫ്റ്റർ വീഡിയോ വരുന്നതായിരിക്കും. അതെപ്പോഴാണ് നമ്മൾ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് നല്ല രീതിയിൽ സെറ്റായതിന് ശേഷം മാത്രമായിരിക്കും ആ വീഡിയോസൊക്കെ വരുന്നത്. പിന്നെ ഇതുവരെ നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നമ്മളൊരു താങ്ക്സ് പറയുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.